പ്രഭോ, അങ്ങ് മഹാനാണ്. ദൈവത്തെക്കാളും വലിയ മഹാൻ. ദൈവത്തെക്കാളും വലിയ മഹാൻ. അതൊക്കെ എന്ത് വേണം? പറയൂ പ്രഭു, പറയൂ പ്രഭു. സന്യാസിനി പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യ പുഷ്പവുമായി. അയ്യോ, അങ്ങടെ വേഷങ്ങൾക്ക് എന്താ ഒരു മാറ്റം? നിർത്ത കള്ള. അയ്യോ, ചൂടാവില്ല ചേട്ടാ. എന്താ ഇത്? ഒരുപാട് കളികൾ കണ്ടവനാണ് ഈ ചൂടൻ. ഏഴ്മല്ലപ്പൂഞ്ചൊല്ല മാമലക്ക് മണിമാല. നിർത്ത. ആഹാ, സിൽസില ഹൈ സിൽസില, സിൽസില ഹൈ സിൽസില. എന്റെ കൂടെ പോരുമോ സറ സിൽസില, സറ സിൽസില, സിൽസില സറ സിൽസില, സിൽസില സറ സിൽസില, സിൽസില സിൽസില സറ സിൽസില. അയ്യോ, അയ്യോ വേലു. ആന കൊടുത്താലും കിളിയെ ആശ കൊടുക്കാമോ? ആശ കൊടുത്താലും കിളിയെ വാക്കു കൊടുക്കാമോ? വേലു, വേലു. എന്താ മുതലാളി? ആരാ ഇപ്പൊ വീട്ടിൽ വന്നത്? ആരാണെന്നറിയില്ല. അയാള് വന്നിട്ട് ചോദിക്കുക ഇവിടുത്തെ ഫോണിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോന്ന്. എന്നിട്ട് നീ എന്തു പറഞ്ഞു? ഞാൻ വിടുമോ മുതലാളി? മുതലാളി പറഞ്ഞിട്ടില്ലേ പുറത്ത് നിന്ന് ആരെങ്കിലും വന്നാ നമ്മളെക്കുറിച്ച് പൊക്കി പറയണമെന്ന്. അതെ. ഞാൻ പറഞ്ഞു ഇവിടെ 5 ഫോണുണ്ട്, അതിനൊന്നും കംപ്ലൈന്റ് ഇല്ല. പിന്നെ 2 ഫ്രിഡ്ജും 3 TV-യും 4 കമ്പ്യൂട്ടറും ഉണ്ടെന്ന്. അതിനൊന്നും ഒരു കംപ്ലൈന്റും ഇല്ലാന്ന്. നമ്മളോടാ കളി. നശിപ്പിച്ചു. എടാ മണ്ട, ഫോൺ നന്നാക്കാമെന്ന ജോലിക്കാരനെയാണ് നീ പറഞ്ഞു വിട്ടത്. എങ്കിൽ അയാൾക്ക് പറയാമായിരുന്നില്ലേ? എന്ത്? നീ കള്ളമൊന്നും പറയണ്ട, ഇവിടുത്തെ ഫോണിന് കംപ്ലൈന്റ് ഉണ്ടെന്ന്. എടാ, അത് അയാൾക്ക് മനസ്സിലാകണ്ടേ? ഇതുപോലും മനസ്സിലാകാത്ത ഒരാളെ കൊണ്ടാണോ ഫോൺ നന്നാക്കിക്കുന്നത്? ഇതാ ഞാൻ പറഞ്ഞത്, മുതലാളിക്ക് ബുദ്ധി ചോർച്ചയുണ്ടെന്ന്. നിർത്തടാ. നിർത്തി. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. വീട്ടിൽ വരുന്നവരോട് ആതിഥ്യ മര്യാദയോടെ പെരുമാറണം. അത് ശത്രുവായാൽ പോലും ഞങ്ങൾ പെരുമാറുന്ന പോലെ വിനയത്തോടെ പെരുമാറണം. ശരി മുതലാളി. ദേ നോക്ക്, നമ്മുടെ സുധാകരൻ മാഷല്ലേ ആ വരുന്നത്. ഇന്ന് നേരത്തെയാണല്ലോ. മാഷേ, വരണം വരണം. മാഷേ, വരണം വരണം വരണം. ഇരിക്കൂ മാഷേ. ഇരിക്കൂ മാഷേ. ഇരിക്കാം ഇരിക്കാം. മാളൂട്ടി എവിടെ? അവൾ മുറിയിലുണ്ട്, പഠിക്കുവാ. മുറിയിലുണ്ട്, പഠിക്കുവാ. വേലു, പോയി ചായ എടുക്കടാ. പോയി ചായ എടുക്കാം. വേലു ഒരു രസികനാണല്ലോ. ഒന്നും പറയണ്ട മാഷേ, എത്ര പറഞ്ഞാലും തലയിൽ കേറില്ല. അതാ. ആർക്കാ തലയിൽ കേറാത്തത്? അല്ല, വേലുവിന്റെ കാര്യം പറയുമായിരുന്നു. അത് ശരിയാ മാഷേ. പക്ഷെ ആളൊരു പാവ. സ്കൂളിന്റെ പടി കണ്ടിട്ടില്ല, അതുകൊണ്ടാ. അല്ല, മാഷിന് മാളൂട്ടിയെ പഠിപ്പിക്കുമ്പോ അവരും 2 വാക്ക് പറഞ്ഞു കൊടുത്തൂടെ? പിന്നെ അതിനെന്താ? പിന്നെ പഠിക്കാൻ പറ്റിയ പ്രായം തന്നെയാ അവന്റേത്. അതൊന്നും സാരമില്ലെന്നേ. അവനും കൂടി അറിവ് പറഞ്ഞു കൊടുക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്തായാലും ഒരു ശ്രമം നടത്തിക്കളയാം, അല്ലേ മാഷേ? അതെ അതെ. നമുക്കിന്ന് മലയാളം പഠിക്കാം. മലയാളം നമ്മുടെ മാതൃഭാഷയാണ്. അതെ, എഴുത്തച്ഛനാണ് മലയാള ഭാഷയുടെ പിതാവ്, കേട്ടോ? മാഷേ ചായ. വേലു, ഇവിടെ ഇരിക്കൂ. അയ്യോ, ഇരിക്കാനൊന്നും ഞാനില്ല. ഞാൻ പറഞ്ഞു കൊടുത്താ അവക്കൊന്നും മനസ്സിലാവൂലെന്നേ. തന്നെ ക്ഷണിച്ചത് പഠിപ്പിക്കാനല്ല, പഠിക്കാനാ. പഠിക്കാനോ? എന്താ, വേലുവിന് പഠിച്ചാ വല്ല അസുഖവും വരുമോ? അതല്ല, എന്നാലും വേണ്ടായിരുന്നു. താൻ പേടിക്കണ്ടോ.
ഞാനല്ലേ പഠിപ്പിക്കുന്നത്. അത് തന്നെയാ പേടി. ആ മതി മതി, സംസാരം നിർത്ത്. ഇവിടെ ശ്രദ്ധിക്ക്. എവിടെയാ മാഷേ? ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ എന്താ ഒരു മാർഗം? കിട്ടിപ്പോയി. അയ്യോ മാഷേ, ദേ വേലുച്ചേട്ടൻ വീണു. വേലു 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 വേലു, അയ്യോ ഇവൻ എന്തു പറ്റി? നിങ്ങൾ പോയി ഡോക്ടറെ വിളിക്ക്. അസുഖം എന്താണെന്ന് മനസ്സിലായി. എന്താ അസുഖം ഡോക്ടർ സാറേ? ഓ, പ്രശ്നമുള്ളൊരു കേസൊന്നുമല്ല. പിന്നെ എന്താ ഡോക്ടർ സാറേ ബോധം തെളിയത്തെ? അതിന് 2 ഇഞ്ചക്ഷനുണ്ട്. അത് കുത്തുമ്പോഴേക്കും ബോധം തനിയെ തെളിയും. അയ്യോ അയ്യോ അയ്യോ, മതി സാറേ, എന്റെ അസുഖം മാറി. ശരിയാവില്ല. അസുഖം പൂർണ്ണമായും മാറണമെങ്കിൽ ഈ മരുന്ന് കൂടി കുത്തിവെക്കണം. അയ്യോ, എനിക്കൊന്നുമില്ല. താ നോക്ക്, ഒരു പ്രശ്നവുമില്ല. വെറുതെ മരുന്ന് കുത്തിവെക്കേണ്ടതില്ലല്ലോ.